Welcome to Isha's Kitchen. റസിയാസ് കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൈപ്പത്തിരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 200 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചുവന്നുള്ളി പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും. ഇത്രയാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ഇനി നമുക്ക് കൈപ്പത്തിരിക്കുള്ള പൊടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് എന്നുള്ള അളവിൽ 2 കപ്പാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയുടെ വറവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും കേട്ടോ. വറവ് കൂടുതലുള്ള പൊടിയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് നമ്മളെടുത്തിട്ടുള്ള ജീരകപ്പൊടി, ചുവന്നുള്ളിയും അതുപോലെ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ജീരകം ഇങ്ങനെ പൊടിക്കണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്നിങ്ങനെ ചതച്ചെടുത്താലും മതി, അല്ലെങ്കിൽ അതേപോലെ തന്നെ മുഴുവനോടുകൂടി ചേർക്കാം. പൊടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് പത്തിരിക്ക്. പക്ഷേ സാധാരണ നമ്മൾ ആ ജീരകം മുഴുവനായിട്ട് ഇടുന്ന അത്ര പത്തിരിക്ക് കളറ് കിട്ടില്ല. ആ ഒരു വെള്ള കളർ ഒന്ന് കുറയും പൊടിയാകുമ്പോൾ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ പൊടിയിടുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അത് ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പൊടിയിട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. പൊടി നന്നായി ഒന്ന് വെന്ത് കിട്ടാൻ. അങ്ങനെ ആകുമ്പോഴാണ് പത്തിരിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ആ മാവ് മുഴുവനും ചേർത്ത് കൊടുക്കാം. പത്തിരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ ആദ്യം അധികം വെള്ളമില്ലാതെ കുഴച്ചെടുക്കണം നല്ലത്. ഇനി കൈ ചൂടൊന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടിട്ട് കുഴച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം മാവൊക്കെ ഒന്ന് നന്നായി ഒതുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം തൊട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇനി വെള്ളം കുറേശ്ശെ തൊട്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് മാവ് നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് നല്ല അമർത്തി വേണം കേട്ടോ കുഴയ്ക്കാൻ. അപ്പോൾ പത്തിരിയുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ മാവോട് 4 പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് മാവ് 4 ബോളാക്കി എടുക്കാം.
ആദ്യം ഞാൻ കാണിക്കുന്നത് കൈകൊണ്ട് പരത്തുന്നതാണ്. എപ്പോഴും നമ്മൾ മാവ് കുഴച്ച് വെച്ചതാണെങ്കിലും അത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി വെള്ളം തൊട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ സൈഡ് പൊട്ടുന്നതൊക്കെ ഒരു പരിധി വരെ കുറയും. പാത്രത്തിൽ വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈൻ്റെ ഉള്ളിൽ വെച്ച് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചെറിയൊരു വട്ടായാലോ. ഇനി നമുക്ക് വിരൽ വെച്ച് ചുറ്റൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കയ്യിൽ വെച്ച് പരത്തുന്ന സമയത്ത് സൈഡ് പൊട്ടി വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് വെള്ളം തൊട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. സൈഡിൽ ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കിൽ ഇപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. ആ കട്ടിയുള്ള ഭാഗം ഉള്ളം കൈ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വിരൽ വെച്ച് വീണ്ടും ചുറ്റും ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എത്ര വട്ടം വേണോ നമ്മളെ കട്ടി അങ്ങനെ അതിനനുസരിച്ചിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. നമ്മളുടെ ഒരു കൈപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പത്തിരി ഞാൻ വാഴയിലയിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം വാഴയില ഒന്ന് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വെള്ളം തൊട്ട് മാവ് കുഴച്ച് ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. അതിന് ശേഷം ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ വാഴയില വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ എണ്ണ തടവിട്ട് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. അടുത്ത പത്തിരി ഞാൻ പരത്തുന്നത് ഒരു പ്ലേറ്റിലാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വട്ടത്തിലുള്ള പ്ലേറ്റ് എടുക്കുക, അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാത്രത്തിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ വിരൽ കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. സൈഡൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം തൊട്ട് നനച്ച് പരത്തിയെടുക്കാം. ഇത് ഏറ്റവും ഈസി ആയിട്ട് പരത്താൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇനി നമുക്ക് പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. ഒന്നെങ്കിൽ മൺചട്ടിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയിലോ ചുട്ടെടുക്കാം. ഞാൻ ഇവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. നന്നായി ചൂടായ ചട്ടിയിലേക്ക് ഞാൻ പത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം ഒന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ പത്തിരി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ വെന്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. എല്ലാ ഭാഗം ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കൈ കൊണ്ട് അതല്ലെങ്കിൽ ചട്ടകം കൊണ്ടൊന്നും ഇതുപോലെ തിരിച്ചു കൊടുക്കാം. ഇപ്പം ആ സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പത്തിരിയുടെ ഉള്ളിൽ നന്നായി വെന്ത് പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടകം കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വാഴയിലയുടെ കഷ്ണം ഒറ്റെടുത്ത് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈപ്പത്തിരി ഉള്ളൊക്കെ വെന്ത് പൊള്ളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും ചുട്ടെടുക്കാം. നമ്മൾ പൊറോട്ടയൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അടിക്കുന്ന മാതിരി കൈപ്പത്തിരി ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ പത്തിരി നന്നായി വെന്തിട്ടുണ്ട്, നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള പത്തിരിയും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അപ്പം ഞാനിവിടെ 4 പത്തിരി ചുട്ടെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ പത്തിരി.
അതേപോലെ തന്നെ മീൻ മുളക് ഇട്ടതും മട്ടൻ കറിയും ചിക്കൻ കറിയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.